അങ്ങനെ നമ്മൾ ധരിക്കും ഇതിൽ വൈദ്യുതി ഇല്ലെന്ന് ധരിച്ചുകൊണ്ട് ഈ തറയിൽ വെള്ളം കയറി നിൽക്കുകയാണോ ആ സമയത്ത് നമ്മളിത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മുഴുവൻ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. വീട്ടിലേക്ക് വെള്ളം ഇരച്ച് കയറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് KSEBയുടെ സപ്ലൈ ഉണ്ടാവും. മെയിൻ സ്വിച്ച് ഓഫാക്കിയാൽ നമ്മൾ സേഫാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് തീർത്തും അസംബന്ധമാണ്. നമ്മളുടെ മിക്ക വീടുകളിലും എന്തുണ്ടാവും, ഇൻവേർട്ടറുകൾ ഉണ്ടാവും. അപ്പോൾ ഇൻവേർട്ടർ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. വീട്ടുപകരണങ്ങളൊക്കെ തന്നെ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ഉണ്ടാവുക. ഇപ്പോൾ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും ശക്തമായ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴകളായിട്ടുള്ള ചാലിയാർ, അതുപോലെ തന്നെ നമ്മളുടെ ഭാരതപ്പുഴയൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള പുഴകളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ആ സമയത്ത് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയാണ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത് പരമാവധി ഷെയർ ചെയ്യുക, അങ്ങനെ നമ്മുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. ഹായ്, അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ KSEB സെക്ഷനിലുള്ള AE ആണ് കേട്ടോ. അപ്പോൾ സാറ് പേരെന്നാണ് തുടങ്ങി? ഞാൻ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB വണ്ടൂർ. ഓക്കെ. അപ്പോൾ സാറേ, ഇപ്പം നമ്മൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണല്ലോ വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് ഈ മൺസൂൺ തുടങ്ങിയപ്പോൾ 2 പ്രശ്നങ്ങളാണുള്ളത്. വ്യാപകമായിട്ട് മരങ്ങൾ വീണിട്ട് ചെറിയ കാറ്റിൽ അല്ലെങ്കിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായി മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടിയിട്ട് കമ്പിയൊക്കെ നിലത്ത് കിടക്കുക. അങ്ങനെ ഉണ്ടാകുന്ന കമ്പികളിൽ വൈദ്യുതി പ്രവഹിച്ചാൽ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം, അത് നമുക്ക് അടുത്തതായിട്ട് സംസാരിക്കാം. വീടുകളിലാവട്ടെ അവിടെ വൈദ്യുതി ഉപകരണങ്ങളുണ്ട്, വൈദ്യുതി കണക്ഷനുകളുണ്ട്. ആ സമയത്ത് ഈ വെള്ളം ഇരച്ചെത്തിക്കഴിയുമ്പോൾ ഈ വെള്ളവും വൈദ്യുതിയും തമ്മിലുള്ള അപകട സാധ്യതകൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആശയമാണ്. അത് വളരെയധികം കൂടും, അപകട സാധ്യത വളരെയധികം കൂടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മൾ വീടിൻ്റെ താഴത്തെ നിലയിലായിരിക്കും ഈ കറണ്ട് കണക്ഷൻ കിട്ടുന്ന ഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ടാകും. മെയിൻ സ്വിച്ച് എന്നാണ് നമ്മളതിന് സാധാരണ പറയുന്നത്. പക്ഷെ നമ്മൾ വീട്ടുപകരണങ്ങളൊക്കെ തന്നെ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളിലാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് കാര്യമെന്ന് പറയുന്നത് അതിലേക്ക് വീടുകളിലേക്ക് വൈദ്യുതി എത്തുന്നതിനുള്ള മെയിൻ സ്വിച്ചിന്റെ ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യുക. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ രീതി. ഈ രീതിയിലാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് വൈദ്യുതി ഉണ്ടാവില്ല. അതല്ലെങ്കിൽ വെള്ളം കയറി വരുമ്പോൾ അത് അപകട സാധ്യതയാണ്. ഇപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫൊക്കെ ആണുണ്ടല്ലോ ബ്രേക്കറൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഓഫ് ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വീട്ടില്? അതായത് നമുക്ക് 2 രീതിയിലാണ്. എർത്തിലേക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആ സമയത്ത് വളരെ കുറഞ്ഞ മില്ലി ആംപിയറിൽ തന്നെ 40 മില്ലി ആംപിയറിലൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതായ ELCB ഉണ്ട്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതുകൂടാതെ ഉള്ളത് നമ്മുടെ ഈ മെയിൻ സ്വിച്ചിന് പകരം ആളുകൾ ഉപയോഗിക്കുന്ന ഐസൊലേറ്ററാണ്. അത് നമുക്ക് ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ലീക്കേജ് ഉണ്ടാകുമ്പോൾ ഓഫ് ആവുന്ന ഉപകരണം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഗുണം ചെയ്യും. നമ്മൾ KSEBയുടെ സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് ഇൻവെർട്ടർ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെർട്ടർ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്നുള്ള വൈദ്യുതി KSEBയുടെ സപ്ലൈ കട്ടായാൽ മാത്രം വീടുകളിൽ വൈദ്യുതി എത്തുന്നില്ല എന്ന അർത്ഥമില്ല. ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇൻവെർട്ടർ വഴി ഈ പ്ലഗിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ വൈദ്യുതി എത്തും. KSEB സപ്ലൈ മാത്രമല്ലല്ലോ. സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ഇൻവെർട്ടറിന്റെ ഈ പ്ലഗ് നമ്മൾ ഇതുപോലെ വലിച്ചു വരും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുക. പക്ഷെ ഇത് ഭയങ്കര അപകടകരമാണ്. കാരണം ഇങ്ങനെ ഊരുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഈ ബാറ്ററിയിൽ നിന്നും ഇൻവേർട്ട് ചെയ്തു വരുന്ന കറണ്ട് പൂർണ്ണമായിട്ടും ഈ പ്ലഗിൽ ഇപ്പോഴുണ്ട്. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അങ്ങനെ നമ്മൾ ധരിക്കും ഇതിൽ വൈദ്യുതി ഇല്ലെന്ന് ധരിച്ചുകൊണ്ട് ഈ തറയിൽ വെള്ളം കയറി നിൽക്കുകയാണോ ആ സമയത്ത് നമ്മളിത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മുഴുവൻ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അതൊക്കെ വലിയൊരു അപകടം തന്നെയാണ്. തീർച്ചയായും വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ കറക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത്? അതായത് ഇൻവെർട്ടറിന്റെ ക്യാബിനിന്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇതുപോലെ റെഡ് സിഗ്നൽ കണ്ടില്ലേ, ഇത് കട്ടാവണം. ഇപ്പൊ ഈ ബാറ്ററിയിൽ നിന്നുള്ള ബാറ്ററി കറണ്ട് ഇതുവഴി നമ്മളുടെ ലൈനിലേക്ക് എത്തില്ല, വീടിനുള്ളിലേക്ക് എത്തില്ല. ആ ഒരു കണ്ടീഷനിൽ മാത്രം നമ്മൾ ഈ പ്ലഗ് വലിച്ചു ഊരാവും. അതല്ലാതെ നമ്മൾ വലിച്ച് ഊരിക്കഴിഞ്ഞാൽ ആ പ്ലഗിൽ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് റിട്ടേൺ വരികയും അത് നമ്മളുടെ അപകടത്തിന് കാരണമാവുകയും ചെയ്യും. ഇതാണ് ഇൻവെർട്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ സാറേ, നമ്മളെ ഇൻവെർട്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തു. ഈ ഇൻവെർട്ടർ സാധാരണ രീതിയിൽ നല്ല